നമസ്കാരം. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കുന്നതിൽ തന്ത്രിമാരുടെ അഭിപ്രായം തേടാൻ തീരുമാനം. ഭരണസമിതിയുടെയും ഉപദേശക സമിതിയുടെയും സംയുക്ത യോഗത്തിലാണ് വീണ്ടും നിലവറ തുറക്കൽ ചർച്ചയായി മാറിയത്. ഉപദേശക സമിതിയിലെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയാണ് തുറക്കലിൽ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കേണ്ട കാര്യം എടുത്തു പറഞ്ഞത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബി നിലവറയിലേക്ക് കടക്കുന്നു എന്നത് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. മാത്രമല്ല, സത്യത്തിൽ ഇതൊരു തത്വമയി ന്യൂസിന്റെ ഇമ്പാക്റ്റായി നമുക്ക് പറയേണ്ടി വരും. കാര്യം കഴിഞ്ഞ ആഴ്ചയാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ബി നിലവറയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രകാരൻ MG ശശിഭൂഷന്റെ വെളിപ്പെടുത്തൽ തത്വമയി TV പുറത്തുവിട്ടത്. അദ്ദേഹത്തിന്റെ ചില ആരോപണങ്ങൾ ഈ ചർച്ചയിലേക്ക് വഴിവെച്ചു എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞത് ഈ ബി നിലവറ ഇതുവരെയും തുറന്നിട്ടില്ല എന്നുള്ള കാര്യം പച്ചക്കള്ളമാണ്. കാര്യം മതിലകം ചുരുണകൾ പ്രകാരം, അവിടുത്തെ ക്ഷേത്ര റെക്കോർഡുകൾ പ്രകാരം തന്നെ 1997-നും 2011-നും ഇടയിലായി 11ഓളം പ്രാവശ്യം ഈ നിലവറ തുറന്നതായി പറയപ്പെടുന്നു. അതുമാത്രമല്ല, ഇത് അവിടുത്തെ രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9 തവണ പേന കൊണ്ടും 2 തവണ പെൻസിൽ കൊണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും MG ശശിഭൂഷൺ തത്വമയി ന്യൂസിന്റെ കൂടിക്കാഴ്ച പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹം അന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. മാത്രമല്ല, ഈ ബി നിലവറയ്ക്ക് 2 അറകളുണ്ട്, പക്ഷേ ഇതിന് ഒരു പൂട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് തുറന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കാര്യത്തിൽ വ്യക്തത ഒന്നുകൂടി വരുത്തേണ്ടതുണ്ട് എന്നുള്ള സംബന്ധിച്ചൊക്കെ അദ്ദേഹം വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി. എന്തായാലും കഴിഞ്ഞ ആഴ്ച തത്വമയി പുറത്തുവിട്ട ആ കൂടിക്കാഴ്ച എന്ന പരിപാടിയിൽ നിന്നും MG ശശിഭൂഷന്റെ വാക്കുകൾ, ബി നിലവറയെക്കുറിച്ച് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ബി നിലവറ തുറന്നിട്ടില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ ബി നിലവറ 1997-നും 2011-നും ഇടയ്ക്ക് 9 തവണ തുറന്നിട്ടുണ്ട്. ഇത് റെക്കോർഡ്സ് പറയുന്നതാണ്, അല്ലാണ്ട് ഞാൻ ഊഹിക്കുന്നതോ അല്ലെങ്കിൽ അന്ന് കാലങ്ങളിൽ ഈ നിലവറ തുറക്കുമ്പോൾ രേഖപ്പെടുത്തുമല്ലോ. അതിനകത്ത് ഈ 97 അല്ലെങ്കിൽ ആഫ്റ്റർ ചിത്ര തിരുനാൾ, പിന്നെ ഉത്രാടം തിരുനാൾ, മാർത്താണ്ഡവർമ്മയാണ് രാജകുടുംബത്തിൻ്റെ സീനിയർ മോസ്റ്റ് മെയിൽ മെമ്പർ ആവുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് 11 തവണ ബി നിലവറ തുറന്നതായിട്ട് ടെമ്പിൾ റെക്കോർഡ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 തവണ തുറന്നു എന്നുള്ളത് പേന കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 തവണ തുറന്നു എന്ന കാര്യം പെൻസിൽ കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്ത് പർപ്പസിനാണെന്നുള്ളത് രേഖപ്പെടുത്താറുണ്ടോ? അത് പറയില്ല. അവിടുത്തെ ഇതിൻ്റെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഈ നിലവറകളെ തുറക്കരുതെന്ന് പറഞ്ഞിട്ട് ജ്യോത്സ്യന്മാരെ കൊണ്ടുവന്നു. എന്തിനാണെന്ന് വെച്ചാൽ, സുപ്രീം കോടതിയിൽ അപ്പം നിലവറ തുറക്കണമെന്ന് പറഞ്ഞിട്ട്, അല്ല, ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ് നിലവറ തുറക്കണമെന്ന് പറഞ്ഞിട്ട്. അതിനെ തടയിടാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജ്യോത്സ്യന്മാരെ കൊണ്ടുവന്നു. അന്ന് ക്ഷേത്രത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് രാജകുടുംബത്തിനാണ്. ഈ രാജകുടുംബം സെലക്ട് ചെയ്ത ജ്യോത്സ്യന്മാർ വന്നു. ആ ജ്യോത്സ്യന്മാർ ഏകകണ്ഠമായിട്ട് പറഞ്ഞു നിലവറ തുറക്കരുതെന്ന്. ഈ ബി നിലവറ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരു മിസ്റ്ററിയും അതിലില്ല. പിന്നെ എന്താണ് അത് തുറക്കാൻ ഒരു ഞാൻ പറഞ്ഞില്ലേ, സ്തുതിപാഠകന്മാരായ ആളുകൾ, വൈതാളികന്മാരായ ആളുകൾ, പുതിയ പുതിയ കഥകൾ ആളുകൾ കേട്ടാൽ ഈ പരിഷ്കൃത സമൂഹം പൊട്ടിച്ചിരിക്കും. അത്തരം കഥകളാണ്. ഒന്ന് കാഞ്ഞിരങ്കോടി യക്ഷി അവിടെ ഉണ്ട്. കാഞ്ഞിരങ്കോടി യക്ഷിക്ക് ഈ ബി നിലവറയിൽ മാത്രമേ ആ യക്ഷിയുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഈ ബി നിലവറ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ യക്ഷിയെ നമുക്കൊന്ന് ഇന്റർവ്യൂ ചെയ്യാം. അല്ല, ഈ ബി നിലവറ തുറന്നാൽ ഞെട്ടാൻ പറ്റിയ എന്തെങ്കിലും കാര്യമുണ്ടോ? അത് തുറന്നു കഴിഞ്ഞേ പറയാൻ പറ്റൂ. ചിലപ്പോൾ ഞെട്ടേണ്ടി വരും. അത് പക്ഷേ ഈ പറഞ്ഞ കാരണം കൊണ്ടൊന്നുമല്ല. തീർച്ചയായും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഈ നിലവറ ഒരിക്കലും തുറന്നിട്ടേ ഇല്ല എന്ന് പറയുന്ന ഒരു വാദം ഇദ്ദേഹം കൃത്യമായി അതിൻ്റെ കാര്യം പറയുന്നുണ്ട്. 97-നും 2011-നും ഇടയ്ക്ക് ഏകദേശം 11ഓളം തവണ നിലവറ തുറന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഈ ഒരു അഭിമുഖം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇന്ന് ചേർന്ന ഭരണസമിതി യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയാണ് ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവം ഈ ഒരു യോഗത്തിൽ ഉന്നയിച്ചത്. തുറക്കലിൽ തീരുമാനം ഭരണസമിതിക്ക് കൈക്കൊള്ളാമെന്നായിരുന്നു സുപ്രീം കോടതി ഉത്തരവ്. 5 അംഗ ഭരണസമിതിയിലെ അംഗമായ തന്ത്രി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. രാജകുടുംബ പ്രതിനിധിയായി ഉണ്ടായിരുന്നത് ആദിത്യവർമ്മയായിരുന്നു.
തുറക്കൽ ആചാരപരമായ കാര്യം കൂടിയായതിനാൽ തന്ത്രിമാരുടെ അഭിപ്രായം കൂടി അവരുടെ അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷം മാത്രം അതിലേക്ക് കടന്നാൽ മതിയെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്നത്തെ യോഗം പിരിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ബി നിലവറ തുറക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് തന്ത്രിയുടെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷമാകും. നിലവറ തുറക്കൽ നീക്കം എന്നും വൻ വിവാദമായിരിക്കെ തിടുക്കത്തിൽ തീരുമാനം ഉണ്ടാകാനിടയില്ല എന്നും ഭക്തർ പറയുന്നുണ്ട്. 2011 സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ക്ഷേത്രത്തിലെ എ അടക്കമുള്ള നിലവറകൾ തുറന്നതും പരിശോധിച്ചതും. എ തുറന്നപ്പോൾ വിദഗ്ധ സമിതി കണ്ടെത്തിയത് കണ്ണഞ്ചിപ്പിക്കുന്ന നിധിശേഖരമായിരുന്നു. എയിൽ കിട്ടിയതിന്റെ 10 മടങ്ങ് അപൂർവ ശേഖരങ്ങൾ ബി നിലവറയിൽ ഉണ്ടെന്നാണ് അന്നേ ഈ ബി നിലവറയെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഒരുപാട് കിംവദന്തികളും ഈ ബി നിലവറയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് തുറന്നുപോയാൽ, ബി നിലവറ തുറന്നാൽ ഒരുപാട് അനർത്ഥങ്ങൾ സംഭവിക്കും എന്നുള്ള രീതിയിലുള്ള ചില കഥകളൊക്കെ പ്രചരിച്ചിരുന്നു. എന്തായാലും ബി നിലവറ വലിയൊരു മിസ്റ്ററിയായി നിലനിൽക്കെ തന്നെ ഇത്തരത്തിൽ ഒരു ചർച്ച വീണ്ടും വരികയാണ്. ബി നിലവറ തുറക്കണം എന്നുള്ളത്. അത് ഈ ഒരു പക്ഷേ തത്വമയിയുടെ ഈ ഒരു കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന അഭിമുഖത്തിന് ശേഷമാണ് ഇത്തരത്തിൽ തിടുക്കത്തിൽ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്. എന്തായാലും ബി നിലവറ തുറക്കുകയാണെങ്കിൽ അതിലുള്ള വിസ്മയം, അതിൽ ഒളിഞ്ഞിരിക്കുന്ന വിസ്മയം എന്താണെന്ന് കാത്തിരിക്കുകയാണ് അനന്തപുരി മാത്രമല്ല, ഈ ലോകം ഒന്നടങ്കം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.